പറയാം തമിഴ് ജനതയുടെ തീരാ നോവായി മാറിയ കരൂർ ദുരന്തം. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് തമിഴക വെട്രി കഴകം നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ടിവികെയുടെ അഭിഭാഷകൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അംഗം മുൻ ഹൈക്കോടതി ജഡ്ജി അരുണ ജഗദീശൻ കരൂർ സന്ദർശിച്ചു. അതേസമയം സംഭവം നടന്ന് 2 ദിവസമായിട്ടും ടിവികെ അധ്യക്ഷൻ വിജയ് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സാമൂഹിക മാധ്യമം വഴി ദുരന്ത ബാധിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച താരം ചെന്നൈയിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്. അജയ് സുധ ബിജു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സ്വതന്ത്ര അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് തമിഴക വെട്രി കഴകം മുന്നോട്ട് വെച്ചിട്ടുള്ളത് കോടതിയിൽ. കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും, എങ്ങനെ നിരീക്ഷണം നടത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കോടതിയുടെ നിരീക്ഷണത്തിന് മേൽ ഇനി സംസ്ഥാന സർക്കാർ വിജയ്ക്കെതിരെ ടിവികെക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നതും ആകാംക്ഷ നിറയ്ക്കുന്ന ഒന്ന് തന്നെയാണല്ലേ? അതെ, തീർച്ചയായിട്ടും ആര്യ. ഈ കരൂർ ദുരന്തം ഒരു തമിഴ്നാട്ടിലെ വലിയ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഔട്ട്കം അത് നമുക്ക് ഇന്ന് തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തീർച്ചയായിട്ടും ടിവികെക്കും അതുപോലെ തന്നെ DMK സർക്കാരിനും നിർണായകം തന്നെയാണ്. എല്ലാവരുടെയും കണ്ണ് തീർച്ചയായിട്ടും മദ്രാസ് ഹൈക്കോടതിയുടെ ഈ മധുര ബെഞ്ചിലേക്കാണ്. അപ്പോൾ ഈ മധുര ബെഞ്ചിൽ ടിവികെ കഴിഞ്ഞ ദിവസം ഒരു ഹർജി നൽകിയിരുന്നു. ഞായറാഴ്ച ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് ഇത്തരം ഒരു ഹർജി നൽകാൻ തീരുമാനിച്ചത്. ഇതിൽ ഈ സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അവരുടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് പ്രയോഗിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തകർക്ക് നേരെ കല്ലേറുണ്ടായതായിട്ടും ടിവികെ ആരോപിക്കുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടായതിൽ സ്വതന്ത്രമായിട്ടൊരു അന്വേഷണം വേണം. ഒന്നുകിൽ ഒരു CBI അന്വേഷണം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര SIT അന്വേഷണം നടത്തണം എന്നാണ് ടിവികെ ആവശ്യം ഉന്നയിക്കുന്നത്. മാത്രമല്ല സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള CCTV ദൃശ്യങ്ങളെല്ലാം സംരക്ഷിക്കണമെന്നും ടിവികെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് അത് ഇന്നാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിധി അനുസരിച്ചിരിക്കും ടിവികെയുടെ ഒരു രാഷ്ട്രീയ ഭാവി, അതുപോലെ തന്നെ വിജയ് എന്ന് പറയുന്ന നേതാവിൻ്റെയും ഭാവി ഇതനുസരിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും DMK സർക്കാരും ഈ ഒരു കോടതി നിരീക്ഷണത്തെ തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ ഈ ടിവികെയുടെ 2 സംസ്ഥാനതല നേതാക്കൾക്കെതിരെയും അതുപോലെ തന്നെ കരൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ആളുകളെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗുരുതര വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. വിജയ്ക്കെതിരെ നിലവിൽ സർക്കാർ ഒരു നീക്കം നടത്തിയിട്ടില്ല. വിജയ്ക്കെതിരെ കേസ് എടുക്കണ്ട എന്നാണ് തീരുമാനം. വിജയ്ക്കെതിരെ അഥവാ കേസെടുത്താൽ ഒരു ഇരപരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് വിജയ് മുന്നോട്ട് വരാനും ഇത് ആളുകൾക്ക് ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുമോ എന്നെല്ലാം സർക്കാർ ഭയപ്പെടുന്നുണ്ട്. ഇത് കാരണമാണ് നിലവിൽ വിജയ്ക്കെതിരെ കേസ് എടുക്കണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. എന്നാൽ DMK നേതാക്കളെല്ലാം തന്നെ വിജയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സംഭവസ്ഥലം സന്ദർശിച്ച എല്ലാ DMK നേതാക്കളും അതുപോലെ തന്നെ മറ്റ് തമിഴ്നാട്ടിലുള്ള മറ്റ് പ്രമുഖരാണെങ്കിലും എല്ലാവരും വിജയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വിജയ് ഈ സംഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രതികരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം. അജയ്, ഒരു കാര്യം ഇതിനിടയ്ക്ക് പറഞ്ഞോട്ടെ, ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ്സ് കരൂരിൽ നിന്ന് വരുന്നുണ്ട്. മരണസംഖ്യ 41 ഉയർന്നിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം 40 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ 41 പേരുടെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ളത് നമുക്കറിയാം. അവരുടെ ഈ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്തെങ്കിലും ലഭ്യമാണോ അജയ്? ആര്യ, മൊത്തം 110 പേരാണ് ഈ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരിൽ പലരുടെയും നില വഷളാകാനുള്ള സാഹചര്യം തന്നെയുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം കെവിൻ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ച സാഹചര്യമുണ്ടായി. ഇങ്ങനെയാണ് മരണസംഖ്യ 40ലേക്ക് എത്തിയത്. ഇയാൾ മരിച്ചത് ഇയാൾ ആദ്യം ഈ സംഭവം നടന്നയുടൻ ഇയാൾക്ക് ശരീരത്തിലുണ്ടായ പരിക്കുകൾ ഇതെല്ലാം കാണിക്കാനായി ആശുപത്രിയിൽ എത്തിയിരുന്നു. ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് ഇയാളെ ആശുപത്രി വിടുന്ന സാഹചര്യം വരെ
ഉണ്ടായി. അതിനുശേഷം വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇയാൾക്ക് നെഞ്ചുവേദന ഉൾപ്പെടെ അനുഭവപ്പെടുകയും പിന്നീട് മരിച്ചു പോകുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ ഈ സംഭവത്തിലൂടെ ഈ ചികിത്സയിൽ ഇരിക്കുന്നവരും അതുപോലെ തന്നെ ആശുപത്രി വിട്ടവരും എല്ലാവരും നിലവിൽ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഇവരുടെ എല്ലാവരുടെയും ആരോഗ്യനില തുടർച്ചയായിട്ടുള്ള ഒരു എക്സാമിനേഷൻ നടത്തേണ്ടതുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഒരു ഉദാഹരണമായിട്ടുള്ള സംഭവം തന്നെയാണ്. മരണസംഖ്യ 41ലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനു മുൻപേ തമിഴ്നാട്ടിലുള്ള ഒരു സ്റ്റാമ്പേഡ് ദുരന്തം നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ ഈ ജയലളിതയുടെ ഒരു ദുരിതാശ്വാസ ഫണ്ട് അത് കൈപ്പറ്റാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുകയും ഇത് കാരണം 42ഓളം പേർ കൊല്ലപ്പെടുകയും ഉണ്ടായ ഒരു ദുരന്തമാണ് ഇതിനു മുൻപേ ഒരു ആൾക്കൂട്ട ദുരന്തം ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ ഇതിനേക്കാൾ മുകളിലേക്ക് മരണസംഖ്യ എത്തുമോ എന്നുള്ള കാര്യത്തിലും ആശങ്കയുണ്ട്. വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അജയ് നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി വരാം. അതായത് വിജയ് ഈ വിഷയങ്ങളിലൊന്നും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ പരുക്കേറ്റവരെ കാണുവാനായി ആശുപത്രിയിലേക്ക് എത്തുന്നില്ല, മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നില്ല എന്നൊക്കെയുള്ള വലിയ വിമർശനം ഉയരുന്നുണ്ട്. 20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനവും പ്രതികരണവും എല്ലാം വരുന്നത്. അപ്പോൾ വലിയ വിമർശനം ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ചില സൂചനകളും ലഭ്യമാകുന്നുണ്ടല്ലോ. ആര്യ, TVKയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 2009 രൂപീകൃതമായിട്ടുള്ള വിജയ് മക്കൾ ഇയക്കം എന്ന് പറയുന്ന ഫാൻസ് ക്ലബ്ബ്, അതിൽ നിന്നും ഒരു പടി പോലും മുന്നിലേക്ക് വളർന്നിട്ടില്ല എന്നതിൻ്റെ പല ഉദാഹരണങ്ങളും ഈ കരൂർ സംഭവത്തിന് പിന്നാലെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സംഭവം നടന്ന് DMKയുടെ നേതാക്കൾ എല്ലാവരും, ഈ സ്റ്റാലിനാണെങ്കിലും അതുപോലെ തന്നെ വിദേശ സന്ദർശനം നടത്തിയിരുന്ന ഉദയനിധി സ്റ്റാലിനാണെങ്കിലും അതെല്ലാം മറ്റ് പരിപാടികളെല്ലാം വെട്ടിച്ചുരുക്കിക്കൊണ്ട് കരൂരിലേക്ക് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ വിജയ് സംഭവം നടന്ന് മിനിറ്റുകൾക്കകം തന്നെ കരൂർ വിട്ട് ചെന്നൈയിലെ തൻ്റെ വസതിയിൽ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിച്ചത്. അദ്ദേഹം ചെന്നൈയിലെ വസതിയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ അനുശോചിച്ച് പോസ്റ്റ് ഇടുകയും എല്ലാം ചെയ്തത്. TVK പാർട്ടി രൂപീകൃതമായിട്ട് ഇന്നേ വരെ വിജയ് ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം പറയാൻ തയ്യാറായിട്ടില്ല. ഇതുവരെ ഇതുപോലെയുള്ള കരൂർ പോലെ നിരവധി മാനാടുകൾ സംഘടിപ്പിച്ച് ഇതുവഴി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സിനിമാറ്റിക് സ്റ്റൈലിൽ മാസ് ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ അഭിസംബോധന ചെയ്യുക, ഇത്തരമൊരു ശൈലിയാണ് വിജയ് ഇതുവരെ സ്വീകരിച്ചു വന്നത്. അതിൽ നിന്ന് മാറി ഒരു നേതാവ്, ശരിക്കും ഒരു രാഷ്ട്രീയക്കാരൻ, ജനങ്ങളിൽ മക്കളിൽ ഒരുവൻ എന്നുള്ള തരത്തിലെല്ലാം ഉയരേണ്ട ഒരു സമയം ശരിക്കും ആ ഒരു നിമിഷമായിരുന്നു ഇത്. എന്നാൽ ഈ ഒരു നിമിഷത്തിലും വിജയ് എന്ന നേതാവ് അദ്ദേഹം പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നലെ TVKയുടെ യോഗമാണെങ്കിലും ഓൺലൈനായി ചേർന്ന് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും ഹൈക്കോടതിയെ സമീപിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റു കാര്യങ്ങളിലൊന്നും വിജയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്നാൽ സർക്കാർ ഉൾപ്പെടെ ഇപ്പോൾ കാത്തിരിക്കുന്നത് കോടതിയുടെ പക്കൽ നിന്ന് കടുത്ത ഒരു പരാമർശം ഉണ്ടാവുകയും അത്തരമൊരു പരാമർശം ഉണ്ടായാൽ വിജയ്ക്കെതിരെ നിയമ നടപടികളിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിജയ് അപ്പോൾ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. വിജയ് ഏത് നിമിഷവും ഒരു വിലങ്ങിൻ്റെ കുരുക്കിൽ തന്നെയാണ്. സർക്കാർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിച്ചേ മതിയാകൂ. ആര്യ, തീർച്ചയായും അജയ് സുധ ബിജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അജയ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും വിജയിയെയും TVKയും സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ സ്വതന്ത്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയോട് TVKയും വിജയും. പക്ഷേ എന്ത് നിലപാടാണ് കോടതി സ്വീകരിക്കാൻ പോകുന്നത്, കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിരീക്ഷണം നടത്തും എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ നിരീക്ഷണ പ്രകാരമായിരിക്കും ഒരു പക്ഷേ സർക്കാർ വിജയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക എന്ന ചർച്ച കൂടിയാണിപ്പോൾ സജീവമാകുന്നത്.